അതങ്ങനെ വെട്ടാൻ അപ്പനെ പേടിയായിട്ടാടാ. അത് ഇനി ഉണങ്ങി പോവോന്ന് അപ്പനൊരു പേടി. ഉണങ്ങി പോവില്ല? ഉറപ്പാണോ? അതെ, നോക്കാം. നീ എന്തൊരു കഴിക്കണേ? എവിടെ നിന്ന് ലൂവി? ഇത് നാടൻ ലൂവി ആട്ടാ. ഇത് വിത്ത് ഇട്ട് മുളപ്പിച്ചതാ. നല്ല രീതിക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അതിനും ഒരു വെള്ളമോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അത്യാവശ്യം എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. കാണാണ്ട അവിടെ കാണാനില്ലല്ലോ, എനിക്ക് തന്നെ ഇതിൻ്റെ ഉള്ളിലൂടെ നോക്കിയിട്ട് കാണാനില്ലല്ലോ. അതും ഉണ്ടായുണ്ട്. പഴുത്തത് കുറച്ചേ ഉള്ളൂ, പച്ച നന്നായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ പച്ച ഇതിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ കാണാനില്ല. പച്ച ഉണ്ടാ, പക്ഷെ ക്യാമറ ഉള്ളിലൂടെ നോക്കുമ്പോൾ അത് പച്ച കാണാനില്ല. ആ വെളുത്തത് ഉണ്ട്, പക്ഷെ കാണണ്ടേ. അങ്ങനെയാണ് ഇവിടുത്തെ ചെടികള്. പിന്നെ അമ്മയുടെ കുറെ പൂച്ചെടികൾ വേറെ ഉണ്ട് കേട്ടോ. അത് അമ്മ ഇന്നും നല്ല രീതിയിൽ വളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതുകൊണ്ട് അത് നല്ല ഭംഗിയിൽ നിൽക്കും. ഇത് നമ്മുടെ ഒരു റംബൂട്ടാനാണ്. ഈ റംബൂട്ടാൻ ഈ പറഞ്ഞ പോലെ ഒരു 3 കൊല്ലെത്തിയതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വളർച്ച. ഇതാ വെച്ച് പോയത് തന്നെ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് കൊല്ലത്തിലൊരു ചാണപ്പൊടി ഇടും. വേറെ തിരിഞ്ഞു നോട്ടൊന്നുമില്ല. അപ്പോൾ ഒരുവിധം എല്ലാവരുടെ നമ്മുടെ അവിടെയൊക്കെ ഒരുവിധം എല്ലാവരും സാധാരണക്കാരൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും ജോലിക്കുള്ളവർ. ഇത് നമ്മുടെ ലോങ് മൾബറിയാണ്. ഇതിന്മേൽ പ്രൂൺ ചെയ്ത് കഴിഞ്ഞുണ്ടാവും, കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഈ വട്ടം വളമൊക്കെ ഒന്നിട്ട് വീണ്ടും ഉണ്ടാക്കണമെന്നുണ്ട്. പിന്നെ ഇത് വന്നിട്ട് ഇതിൻ്റെ പേര് ഞാൻ മറന്നു. മറ്റൊരു നല്ലൊരു ഫ്രൂട്ട് ഉണ്ടാവുന്നതാണ്, അതിൻ്റെ പേരെന്താവോ. ഇതും വെച്ചിട്ടൊരു കൊല്ലത്തോളമായി. അതും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. മിറാക്കിൾ ഫ്രൂട്ട് ഇതാണ്. മിറാക്കിൾ ഫ്രൂട്ട് നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. കണ്ട നിറച്ചിപ്പോൾ കാണാം, നിറച്ചിപ്പോൾ പൂവിട്ടുറങ്ങണ കാണാം. ഇത് ഒരു സെറ്റ് ഉണ്ടായി. സത്യം പറഞ്ഞാൽ ഈ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ലേ. കാരണം ഞാൻ ആദ്യം കഴിച്ചിട്ട് പിന്നെ നേരെ കഴിച്ചത് നല്ല കുടംപുള്ളി ഇട്ട് വറ്റിച്ച മീൻ കൂട്ടാനാണ്. മീൻ കൂട്ടാൻ വായിൽ വയ്ക്കാൻ പറ്റിയില്ല, നൈസ് മധുരമായിരുന്നു. പിന്നെ എപ്പോൾ ഈ ഫ്രൂട്ട് കണ്ടാലും എനിക്ക് ആ ഒരു ഓർമ്മ വരുന്നുണ്ട്, കഴിക്കാൻ പറ്റില്ല. പക്ഷെ എൻ്റെ മോൻ കഴിക്കാറുണ്ട്, ടേസ്റ്റും തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടോ. ഇത് നമ്മുടെ സ്ട്രോബെറി പേര. പക്ഷേ സ്ട്രോബെറി പേരൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പം അതിപ്പോൾ പൂവിട്ടിട്ടുണ്ട്. ഇപ്പോൾ നിറച്ച് ഇങ്ങനെ പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും കാര്യമായിട്ട് വളമൊന്നും ചെയ്യാറില്ല. കണ്ട ഇതൊക്കെ നിറച്ച് പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും ഇങ്ങനെ വലിയ വളമൊന്നും ചെയ്യാറില്ല. സാധാരണ പേര വലുതാവണ പോലെ തന്നെ വലുതാവും. പിന്നെ ഉള്ളത് മാതളാണ്. ഇതൊക്കെ ഈ സ്ട്രോബെറി പേരയും മാതളൊക്കെ ഒരു 3 കൊല്ലം 4 കൊല്ലം ആ ഒരു കൊറോണ ടൈം വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ആ സമയത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ മാതളം ഇപ്പോൾ പുതിയ തളിപ്പോളൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ വട്ടം വളമിട്ട് കഴിഞ്ഞപ്പോൾ ചാണകപ്പൊടി ഇട്ട് കഴിഞ്ഞപ്പോൾ കൊല്ലത്തിലൊരു വട്ടം മഴക്കാലം കഴിയുമ്പോൾ ഇടുന്ന വളമേ ഉള്ളൂ, വേറൊരു വളം ചെയ്യാറില്ല. നമ്മൾ മാതളം ഉണ്ടാവും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് ഉണങ്ങിപ്പോവും അല്ലെങ്കിൽ വിണ്ട് പോവും. പിന്നെ സമൃദ്ധിയായിട്ട് ഉണ്ടാവുന്നത് ഈ സാധനമാണ്, നമ്മുടെ വെസ്റ്റ് ഇന്ത്യൻ സീഡ് ചെറി. ഇതുമ്പോൾ നിറച്ചുണ്ടാവും. ഇത് കൊല്ലത്തിൽ 2 വട്ടമെങ്കിലും പ്രൂൺ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ കാട് പിടിച്ച പോലെ ഇങ്ങനെ ഉണ്ടാവും. ഇത് ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. എടാ എങ്ങനെയുണ്ടാ ഈ സംഭവം? നല്ല രസമുണ്ടെന്ന് പറയുന്നത് ഭയങ്കര പുളിയാണ്. പക്ഷെ ആൾക്ക് പുളി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതിൻ്റെ പച്ചക്കായ ഉണ്ടല്ലോ, പച്ചക്കായ ഉപ്പ് ചേർത്ത് കഴിക്കുമ്പോൾ ഒരു അരിനെല്ലിക്കയുടെ ടേസ്റ്റൊക്കെ വരും. പിന്നെ ഇത് ഈ അടുത്ത് വെച്ചിട്ടുള്ളൂ, ഇത് വെച്ചിട്ടൊരു കൊല്ലമായിട്ടുള്ളൂ. നമ്മുടെ സ്വീറ്റ് ലൂവി. ഇത് നിറച്ചിവിടെ കീടങ്ങളുടെ ശല്യം കൂടുതലാണ്. അപ്പം അതിനെ ഞാൻ മരുന്നൊന്നും അടിക്കാറില്ല. ഇനിയിപ്പോൾ മരുന്നൊക്കെ ഒന്ന് അടിച്ച് നോക്കണം. പിന്നെ നമ്മളിവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടും ഈ പറഞ്ഞ പോലെ ഒരു 1.5 കൊല്ലമായി. പക്ഷേ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ പുതിയ കൂമ്പ് വരും, ഉറുമ്പ് തിന്നും. കൂമ്പ് വരും, ഉറുമ്പ് തിന്നും. ഇത് തന്നെയായിരിക്കും അവസ്ഥ.
കുറേ യൂട്യൂബ് ചാനലിലൊക്കെ നോക്കിയപ്പോൾ മഞ്ഞപ്പൊടിയും ഇതൊക്കെ തെളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എന്ത് തെളിച്ചിട്ടും ഒരു പ്രയോജനമൊന്നുമില്ല. ഇത് തന്നെയാണ് അവസ്ഥ. പിന്നെ ഇതൊരു വൈറ്റ് ഞാവലാണ്. ഒരു വട്ടം ഉണ്ടായിരുന്നു വൈറ്റ് ഞാവൽ. അത് സാധാരണ ഇതേപോലത്തെ ചട്ടിയിൽ വെച്ചപ്പോൾ ഒരു വട്ടം കായ്ച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു എയർ പ്രൂണിങ് പോട്ട് എന്ന് പറഞ്ഞൊരു പോട്ട് മേടിച്ച് വെച്ചു. അതിൽ ഈ പറഞ്ഞ പോലെ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ കാച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു വട്ടം അതൊന്ന് റീപ്ലാന്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ റീപ്ലാന്റ് ചെയ്യുമ്പോൾ ഈ പോട്ട് ഊരുമ്പോൾ ഒരു വീഡിയോ ഇടാം എന്തായാലും. മീൻസ് ആ പ്രൂണിങ് പോട്ടിൽ പറഞ്ഞ പോലെ വേരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ഇതൊക്കെ ഇവിടുത്തെ അമ്മയുടെ കൃഷികളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ എയർ പ്രൂണിങ് പോട്ടിൽ ഒരു മാവ് വെച്ചിട്ടുണ്ട്, ഒരു സ്വീറ്റ് പുളി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ കടയിൽ നിന്ന് മേടിക്കണ കുരുട്ട് മുളപ്പിച്ചതാണ്. അതേപോലെ തന്നെ കടയിൽ നിന്ന് മേടിക്കണ മധുര നാരങ്ങ കുരുട്ട് മുളപ്പിച്ചതാണ്. അപ്പോൾ അത് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. എനിക്കിങ്ങനെ കുരുട്ട് മുളപ്പിച്ച് എന്താവുന്ന ഒരു ആകാംക്ഷകളുണ്ട്. ഇടയ്ക്ക് കുരുട്ട് മുളപ്പിച്ച് ഉണ്ടാക്കും. പലരും പറയും സീഡ്ലിങ്സ് അത്ര നല്ലതല്ലാന്ന്. പിന്നെ ഒരു ജബോട്ടി കാബി ഉണ്ട്. ഈ ജബോട്ടി കാബിയൊക്കെ 2-3 വർഷം എത്തിയ ജബോട്ടി കാബിയാണ്. അത് തടിയൊക്കെ കണ്ടറിയാം. പക്ഷെ ഇവിടെ അധികം വെയിലില്ലാത്തതുകൊണ്ട് ഇത് കാര്യമായിട്ട് വളർച്ചയില്ല. അതേപോലെ വളർച്ചയില്ലാത്ത അടുത്തൊരു സംഭവമാണ് നമ്മുടെ പുലസ. ഇതും ഈ ചെടി കണ്ടു കഴിഞ്ഞാൽ വലിയവരും പറയുമോ, ഒരു 3 കൊല്ലമൊക്കെ എത്തിയ ചെടിയാണ്. ഒരു 3-3.5-4 അടുത്ത് എത്തിയ ചെടിയാണ്. ഇത് വലിയ വളർച്ച ഇങ്ങനെ നിൽക്കണില്ല, വല്ലപ്പോഴും തളിരല വരും. അപ്പം എന്താ പുലസാൻ ഇത്തിരി സ്ലോ ആണെന്നുള്ളത് കേട്ടായിരുന്നു വലുതാവാനായിട്ട്. പിന്നെ ഇത് നമ്മുടെ മാംഗോസ്റ്റിൻ പിന്നെ എല്ലാം കൊല്ലം 2 ഈശ ഇല വീതം ഇങ്ങനെ വന്ന് ഉണ്ടായി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ റംബൂട്ടാൻ നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. കഴിഞ്ഞ വട്ടം പൂട്ടായിരുന്നു, ഈ വട്ടം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് നമ്മുടെ ലോഗൻ. ഇത് സീഡ്ലിംഗ് അല്ല കേട്ടോ, ഇത് മേടിച്ച് വെച്ചിട്ടുള്ളത് തന്നെയാണ് ഈ ലോഗൻ. അപ്പം അത് കാച്ചിട്ടൊന്നുമില്ല, പക്ഷെ നല്ല രീതിയിൽ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇവിടെ വെറുതെ മുളച്ച് വന്ന വാഴ, ആദ്യൊരു വാഴ വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കന്നിങ്ങനെ മുളച്ച് വന്നിറക്കുന്നതാണ്. പിന്നെ ഇവിടെ തന്നെ മുളച്ച് വന്നൊരു നാരകമല്ല ബബിൾസ് നാരങ്ങയാണ്. 2-3 വട്ടം വെട്ടി കളഞ്ഞിട്ട് ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മാവുണ്ട്. മാവുമ്മ മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം തൊട്ടാണ് മാങ്ങയൊക്കെ ഉണ്ടായി തുടങ്ങിയത്. ഇതിനും ഒരു പരിചരണമില്ല. പിന്നെ നമ്മുടെ കിളിഞ്ഞാവൽ ഇതേപോലെ വെറുതെ ഒരു വിത്തിട്ടിട്ട് മുളച്ചുണ്ടായതാണ്. അത് നന്നായി ഉണ്ടായി നിൽക്കുന്നുണ്ട്. മോൻ നന്നായി കഴിക്കും, എനിക്കിഷ്ടം തന്നെയാണ്. കിളികളും കഴിക്കും. വീട്ടിൽ വേറെ ആരും ഇത് കഴിക്കുന്നില്ല. ഇത് കുറേ ഇട്ട് കഴിഞ്ഞ് സാധാരണ ഞാവലിൻ്റെ ഒരു ടേസ്റ്റ് വരും. അങ്ങനെയാണ് ഇവിടുത്തെ ഫ്രൂട്ട്സ് പ്ലാന്റ്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ വളങ്ങളും ഒന്നും ചെയ്തില്ലെങ്കിൽ പ്ലാന്റുകൾ ഇങ്ങനെയായിരിക്കും ഇരിക്കുക. ഇപ്പോൾ ഒരു ജീവാമൃതമൊക്കെ ഒന്ന് ഒഴിച്ച് ഇതിൻ്റെ അപ്ഡേഷൻസ് കാണിച്ചു തരാം. അപ്പോൾ ഈ സംഭവം ഒഴിച്ചിട്ട് അടുത്ത ആഴ്ച, ഒരാഴ്ച കൊണ്ട് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുമോ, ചെടികൾ വലുതാവുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടൻറ് ഇടാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പോലത്തെ സാധാരണ ആൾക്കാർ ഇതേപോലെ നേരില്ലാത്തവർ ഒരാഴ്ചയിലൊക്കെ ആയിരിക്കും പരിപാലിക്കാൻ സമയം കിട്ടുക. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ സ്റ്റേ ട്യൂൺ. താങ്ക് യു.